നമസ്കാരം. ഓർമ്മകളിൽ ഒരു കോടിയേരി. കേരളത്തിൻ്റെ ജനാധിപത്യ മത്സരകളത്തിൽ ഇത്തവണ നർമ്മത്തിൽ പൊതിഞ്ഞ ആ വാക്ഷരങ്ങളില്ല. എതിരാളികളെ പോലും സൗമ്യമായ മുഖത്തോടെ എന്നാൽ തീക്ഷ്ണമായ വാക്കുകളിലൂടെ നേരിട്ടിരുന്ന നൂറ്റാണ്ടിനിടയ്ക്കുള്ള കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതിൻ്റെ പല വേദികളിലും കോടിയേരിയുടെ അഭാവം കടുത്ത ശൂന്യതയായി തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കോടിയേരിയുടെ മരണമില്ലാത്ത ഓർമ്മകൾ പോലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് എപ്പോഴും കരുത്തു പകരുന്നതാണ്. 2022 ഒക്ടോബർ 1 അർബുദം ബാധിച്ച് കോടിയേരിയുടെ അന്ത്യം. LDFിൻ്റെ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളായ കോടിയേരിയുടെ രാഷ്ട്രീയ ചലനങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്ത സരസമായ പ്രസംഗം എന്നും ജനങ്ങളെ ആകർഷിച്ചിരുന്നു. SFI സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തനമനുഷ്ഠിക്കുമ്പോഴാണ് അദ്ദേഹം പ്രധാന പ്രചാരകനായി തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത്. അതിനു മുൻപ് കണ്ണൂർ ജില്ലയിലെയും മാഹിയിലെയും തെരഞ്ഞെടുപ്പുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് ജയിൽ മോചിതനായ കാലത്തായിരുന്നു 1977 കഴക്കൂട്ടം ഉപതെരഞ്ഞെടുപ്പ്. AK ആന്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയായി വന്നത് പിരപ്പൻകോട് ശ്രീധരൻ നായരുമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായിരുന്ന കോടിയേരി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലക്കാരനായി ആഴ്ചകളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. കോടിയേരിയുടേത് എപ്പോഴും മനസ്സിൽ തൊടുന്ന വാക്കുകളാണ്. ജനങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് തുടർഭരണത്തിൻ്റെ ചരിത്രം കുറിക്കുവാൻ അദ്ദേഹം അവസാനമായി ഇറങ്ങിയത്. പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കണ്ണൂരിലാണ് കോടിയേരി എത്തിയത്. കൂത്തുപറമ്പ് പെരിങ്ങത്തൂരിൽ തുടങ്ങി ധർമ്മടം മണ്ഡലത്തിലെ പിണറായിയിൽ എത്തുമ്പോഴേക്കും കേരളം ഇടത്തേക്കെന്ന് ഉറപ്പിച്ചിരുന്നു. ഓരോ കേന്ദ്രത്തിലും രാഷ്ട്രീയ കാര്യങ്ങൾ സൂചിപ്പിച്ച ശേഷം പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: 1.5 വർഷത്തിലധികമായി പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല. 2019 ഒക്ടോബറിലാണ് മാരകരോഗം ബാധിച്ചത്. ചികിത്സയും പരിശോധനയും തുടരുകയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. അസുഖമാണെന്നും പറഞ്ഞ് മാറി നിൽക്കാനാകുന്ന തെരഞ്ഞെടുപ്പല്ല ഇത്. ഈ വാചകങ്ങൾ ജനമനസ്സിനെ സ്പർശിക്കുന്നതായിരുന്നു. 2022 ഒക്ടോബർ 1 അന്ത്യവും സംഭവിച്ചത്. CPIMൽ കോടിയേരി ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്താണ് 1979 തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. MB രാജഗോപാലൻ മാസ്റ്ററാണ് CPIM സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ചത്. പാട്യം ഗോപാലൻ്റെ വിയോഗത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 20,658 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാജഗോപാലൻ മാസ്റ്റർ അന്ന് വിജയിച്ചത്. 1982 മുതൽ 5 തവണ തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും കോടിയേരിയും ജയിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിലും വിജയിക്കേണ്ടതുണ്ട്. സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഇടതുപക്ഷ നേതാക്കളാണ് പാർലമെന്റിൽ എത്തേണ്ടത്.